2025 ആനുവൽ എക്സാമിനേഷന് 7ാം ക്ലാസ്സുകാർക്ക് സോഷ്യൽ സയൻസിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങൾ നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ അതിനു മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായി. താങ്ക് യു. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. സം ഓഫ് ദി ലിത്തിക് മോണുമെന്റ്സ് ആർ ഫൗണ്ട് ഇൻ കേരള ഇസ് ഗിവൺ ബിലോ, മാച്ച് ദ ഫോളോയിങ്. കുറേ ലിത്തിക് മോണുമെന്റ്സ് നമ്മുടെ കേരളത്തിൽ കാണപ്പെടുന്നുണ്ടല്ലോ. അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് ആണ് താഴെ കൊടുത്തിട്ടുള്ളത്. അത് പരസ്പരം മാച്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. മറയൂരിൽ, ചിറമനങ്ങാടിൽ, തവനൂർ ഒക്കെ ലിത്തിക് മോണുമെന്റ്സ് കാണപ്പെടുന്നുണ്ട്. അവ ഉൾപ്പെടുന്ന ഡിസ്ട്രിക്റ്റാണ് അതിൻ്റെ റൈറ്റ് സൈഡിൽ കൊടുത്തിട്ടുള്ളത്. അവ തമ്മിൽ മാച്ച് ചെയ്ത് എഴുതണം. മറയൂർ ഏത് ഡിസ്ട്രിക്റ്റിലാണ്, അതുപോലെ ചിറമനങ്ങാട്, തവനൂർ ഇതൊക്കെ ഏത് ഡിസ്ട്രിക്റ്റിലാണ്? നോക്കിയോളൂ. മറയൂർ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റ് അല്ല, ഏതാണ്? ഇടുക്കിയിലാണ്. മറയൂർ എന്ന് പറഞ്ഞ ലിത്തിക് മോണുമെന്റ്സ് കാണപ്പെടുന്നത് ഇടുക്കി ഡിസ്ട്രിക്റ്റിലാണ്. അതുപോലെ ചിറമനങ്ങാട് എവിടെയാണ്? മലപ്പുറത്തല്ല, അതെവിടെയാണ്? തൃശ്ശൂരാണ്. അടുത്ത തവനൂർ എന്ന് പറയുന്നത് മലപ്പുറത്ത്. അപ്പം മറയൂർ ഇടുക്കി, ചിറമനങ്ങാട് തൃശ്ശൂർ, തവനൂർ മലപ്പുറം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയോളൂ. കൂട്ടുക്കൽ കേവ് ഈസ് സിറ്റുവേറ്റഡ് ഇൻ വിച്ച് ഡിസ്ട്രിക്ട്? കൂട്ടുക്കൽ എന്ന് പറഞ്ഞാൽ ഒരു കേവ് ഉണ്ട്, ഗുഹ അല്ലേ? ആ ഗുഹ ഏത് ഡിസ്ട്രിക്റ്റിലാണ് കാണപ്പെടുന്നത്? കൂട്ടുക്കൽ കേവ് ഏത് ഡിസ്ട്രിക്റ്റിലാണ്? കൊല്ലം ജില്ലയിൽ അല്ലേ? കൊല്ലം ഡിസ്ട്രിക്റ്റിലാണ് കോട്ടുക്കൽ കേവ് സ്ഥിതി ചെയ്യുന്നത്. അടുത്തത് ദ സ്റ്റഡി ഓഫ് കോയിൻസ് ഈസ് കോൾഡ്. കോയിൻസിന്റെ അല്ലെങ്കിൽ നാണയങ്ങളെ കുറിച്ചുള്ള പഠനം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? USS എക്സാമിനേഷനും ഈ സെയിം ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. സ്റ്റഡി ഓഫ് കോയിൻസ് എന്തെന്നറിയപ്പെടുന്നു? ആൻസർ ന്യൂമിസ്മാറ്റിക്സ്. അതാണ് ന്യൂമിസ്മാറ്റിക്സ്. വാട്ട് ആർ ദ മെയിൻ സോഴ്സസ് ഓഫ് റൈറ്റിംഗ് ഹിസ്റ്ററി? ഹിസ്റ്ററി റൈറ്റിംഗിന് നമുക്ക് വേണ്ടുന്ന പ്രധാന സ്രോതസ്സുകൾ എന്തെല്ലാമാണ്? ഏതൊക്കെയാ? ഒന്നാമത്തത് ആർക്കിയോളജിക്കൽ റിമൈൻസ്, മോണ്യുമെന്റ്സ്, ലിറ്റററി വർക്ക്സ്, ട്രാവലോഗ്സ്, ന്യൂസ് പേപ്പേഴ്സ്, ഒഫീഷ്യൽ ഡോക്യുമെന്റ്സ്. ഇതൊക്കെയാണ്. ഒന്നും കൂടെ നമുക്ക് പറഞ്ഞു നോക്കാം. ഏതൊക്കെയാണ്? ആർക്കിയോളജിക്കൽ റിമൈൻസ്, പിന്നെ മോണ്യുമെന്റ്സ്, ലിറ്റററി വർക്ക്സ്, ട്രാവലോഗ്സ്, ന്യൂസ് പേപ്പേഴ്സ്, പിന്നെ ലാസ്റ്റ് വൺ ഒഫീഷ്യൽ ഡോക്യുമെന്റ്സ്. അടുത്തത് എ ഡെയിലി സ്റ്റാർട്ടഡ് ബൈ ഗാന്ധിജി ഇൻ സൗത്ത് ആഫ്രിക്ക. സൗത്ത് ആഫ്രിക്കയിൽ ഗാന്ധിജി ആരംഭിച്ച ന്യൂസ് പേപ്പർ ഏതാണ്? ഇന്ത്യൻ ഒപ്പീനിയൻ. ഏതാണ് ആൻസർ? ഇന്ത്യൻ ഒപ്പീനിയൻ. അടുത്തത് ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചോദിക്കാൻ വളരെയധികം ചാൻസ് ഉള്ള ഒരു ടേബിളാണ് ഈ തന്നിട്ടുള്ളത്. നോക്കിയോളൂ. ലിസ്റ്റ് സം ഫോറിൻ ട്രാവലേഴ്സ് ഹു ഹാവ് മെൻഷൻഡ് അബൌട്ട് കേരള ആൻഡ് ദെയർ കൺട്രീസ്. അതായത് കേരളത്തെക്കുറിച്ച് മെൻഷൻ ചെയ്തിട്ടുള്ള കുറച്ച് ഫോറിൻ ട്രാവലേഴ്സും അവരുടെ രാജ്യവുമാണ് ഈ തന്നിട്ടുള്ള ടേബിളിലുള്ളത്. നോക്കിയോളൂ. ഒന്നാമത്തെ ട്രാവലറിൻ്റെ പേര് മെഗസ്തനീസ്. ഏതാണ്? മെഗസ്തനീസ്. അദ്ദേഹത്തിൻ്റെ കൺട്രി ഏതാണ്? ഗ്രീസ്. MG ശ്രീകുമാർ എന്ന് കേട്ടിട്ടുണ്ടോ? MG. അതാണ് മെഗസ്തനീസ്, ഗ്രീസ്. MG. മെഗസ്തനീസിൻ്റെ രാജ്യം ഗ്രീസ്. അടുത്തത് സുലൈമാൻ എവിടുത്തെ ആളാ? പേർഷ്യ. ആരാണ്? പേർഷ്യ. സുലൈമാൻ പേർഷ്യ. അപ്പോൾ മെഗസ്തനീസ് ഗ്രീസ്, സുലൈമാൻ പേർഷ്യ. മൂന്നാമത്തത് അബ്ദുൾ റസാക്ക്. അദ്ദേഹം പേർഷ്യയിലുള്ള ആളാണ് കേട്ടോ. അബ്ദുൾ റസാക്ക്, സുലൈമാൻ രണ്ടുപേരും ആരാണ്? പേർഷ്യക്കാരാണ് അല്ലേ? സുലൈമാൻ, അബ്ദുൾ റസാക്ക് പേർഷ്യ, മെഗസ്തനീസ് ഗ്രീസ്. അടുത്തത് മാർക്കോ പോളോ വെനീസിലെ മാർക്കോ വെനീസ്. പിന്നെ ഇബൻ ബത്തൂത്ത എവിടെയാണ്? മൊറോക്കോ. ഞാൻ പറയുമ്പോൾ കൂടെ പറഞ്ഞാൽ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഇബൻ ബത്തൂത്ത മൊറോക്കോ. നിക്കോളോ കോണ്ടി വെനീസ്. അപ്പോൾ വെനീസിൽ 2 പേരുണ്ട്. ആരൊക്കെയുണ്ട്? മാർക്കോ പോളോയും നിക്കോളോ കോണ്ടി. എല്ലാം ലോ വരുന്ന ആൾക്കാരാ. മാർക്കോ പോളോ, നിക്കോളോ കോണ്ടി 2 ഇവിടുത്തെ ആൾക്കാരാ? വെനീസിലാണ് അല്ലേ? നിക്കോളോ കോണ്ടി, മാർക്കോ പോളോയും വെനീസ്. ഇബൻ ബത്തൂത്ത മൊറോക്കോ. ഇനി മാഹുവാൻ എവിടുത്തെയാ? ചൈന. മാഹുവാൻ എവിടെയാണ്? ചൈന. പിന്നെ ബാർബോസ എവിടുത്തെയാ? പോർച്ചുഗൽ. ഇതാണ് പോർച്ചുഗൽ. ഇനി നമുക്ക് ഒന്ന് പറഞ്ഞു നോക്കാം ഒറ്റ തവണയും കൂടി. മെഗസ്തനീസ് ഗ്രീസ്, സുലൈമാൻ പേർഷ്യ, അബ്ദുൾ റസാഖ് പേർഷ്യ, മാർക്കോ പോളോ വെനീസ്, അതുപോലെ നിക്കോളോ കോണ്ടി വെനീസ്, ഇബൻ ബത്തൂത്ത മൊറോക്കോ, മാഹ്വാൻ ചൈന, ബാർബോസ പോർച്ചുഗീസ്. അടുത്തത് വാട്ട് ഈസ് അപ്പാർത്തീഡ്? എന്താണ് അപ്പാർത്തീഡ് അല്ലെങ്കിൽ വർണ്ണവിവേചനം എന്ന് പറഞ്ഞാൽ? The social order that discriminated the blacks racially and economically is known as apartheid. അതായത് ഈ ബ്ലാക്സിനെ അല്ലെങ്കിൽ കറുത്ത വർഗ്ഗക്കാരെ
വേർതിരിച്ച് നിർത്തുന്ന ഒരു സോഷ്യൽ ഓർഡർ അല്ലെങ്കിൽ സാമൂഹിക ക്രമം ഏതൊക്കെ രീതിയിൽ? റേഷ്യലി ആൻഡ് എക്കണോമിക്കലി, വർഗീയമായിട്ടും അവരെ എക്കണോമിക്കലി സാമ്പത്തികമായിട്ടും ബ്ലാക്സിനെ വേർതിരിച്ച് നിർത്തുന്ന ഒരു സോഷ്യൽ ഓർഡറിനെയാണ് നമ്മൾ അപ്പാർത്തൈഡ് എന്ന് പറയുന്നത്. ഡ്യൂ ടു വിച്ച് ദ വൈറ്റ്സ് ഇൻ സൗത്ത് ആഫ്രിക്ക ഗോട്ട് ഹൈ കൺസിഡറേഷൻ. ഈ അപ്പാർത്തൈഡ് മൂലം വൈറ്റ്സ് ഇൻ സൗത്ത് ആഫ്രിക്കയിലെ വെള്ളക്കാർക്ക് വളരെ ഉയർന്ന പദവി ലഭിച്ചു, ഹൈ കൺസിഡറേഷൻ ലഭിച്ചു. ഇനി എന്താ പറഞ്ഞിട്ടുള്ളത്? ദ നാഷണൽ പാർട്ടി ദാറ്റ് കെയിം ടു പവർ ഇൻ 1948 ലീഗലി എൻഫോഴ്സ്ഡ് റേഷ്യൽ സെപ്പറേഷൻ ആൻഡ് ഡിസ്ക്രിമിനേഷൻ ആൻഡ് ലീഗലൈസ്ഡ് ദ അപ്പാർത്തൈഡ്. 1948 ഒരു നാഷണൽ പാർട്ടി അധികാരത്തിൽ വന്നു. ഈ അധികാരത്തിൽ വന്ന നാഷണൽ പാർട്ടി എന്ത് ചെയ്തെന്നറിയാമോ? റേഷ്യൽ സെപ്പറേഷൻ അല്ലെങ്കിൽ വർഗീയ വിവേചനത്തിനെ ലീഗലി എൻഫോഴ്സ് ചെയ്തു, അതിനെ പ്രോത്സാഹിപ്പിച്ചു. ലീഗലി എന്ന് വെച്ചാൽ നിയമപരമായി പ്രോത്സാഹിപ്പിച്ചു. ഏതൊക്കെ? റേഷ്യൽ സെപ്പറേഷനെയും പിന്നെ ഡിസ്ക്രിമിനേഷനെയും എന്ത് ചെയ്തു? ലീഗലി എൻഫോഴ്സ് ചെയ്തു. ആൻഡ് ലീഗലൈസ്ഡ് അപ്പാർത്തൈഡ് എന്താക്കി മാറ്റി? ലീഗലൈസ് ആക്കി മാറ്റി, അതായത് നിയമവിധേയമാക്കി മാറ്റി. അപ്പോൾ ഇതാണ് അപ്പാർത്തൈഡ് അല്ലെങ്കിൽ വർണ്ണവിവേചനം, അതിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ, വേർ ഡിഡ് ബോവേഴ്സ് എസ്റ്റാബ്ലിഷ് റിപ്പബ്ലിക്സ് ആഫ്റ്റർ ദ ഗ്രേറ്റ് ട്രക്ക്? ഗ്രേറ്റ് ട്രക്കിന് ശേഷം ഈ ബോവേഴ്സ് എവിടെയാണ് അവരുടെ റിപ്പബ്ലിക്കുകൾ സ്ഥാപിച്ചതെന്ന്? എവിടേക്കാ? ഫോളോയിങ് ദ ഗ്രേറ്റ് ട്രക്ക് ദ ബോവേഴ്സ് എസ്റ്റാബ്ലിഷ്ഡ് റിപ്പബ്ലിക്സ് ഇൻ എവിടേക്കാണ്? ട്രാൻസ്വാൾ, ഓറഞ്ച് ഫ്രീ സ്റ്റേറ്റ് ആൻഡ് നേറ്റാൾ. എവിടേക്കാണ് സ്ഥാപിച്ചത്? ട്രാൻസ്വാൾ, ഓറഞ്ച് ഫ്രീ സ്റ്റേറ്റ് ആൻഡ് നേറ്റാൾ. ട്രാൻസ്വാളിലും ഓറഞ്ച് ഫ്രീ സ്റ്റേറ്റിലും നേറ്റാളിലുമാണ് ഗ്രേറ്റ് ട്രക്കിന് ശേഷം ബോവേഴ്സ് അവരുടെ റിപ്പബ്ലിക് സ്ഥാപിച്ചത്. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് മെത്തേഡ്സ് ഓഫ് സ്ട്രഗിൾ ഡിഡ് ഗാന്ധിജി എക്സ്പെരിമെൻറ്റ് ഇൻ സൗത്ത് ആഫ്രിക്ക? സൗത്ത് ആഫ്രിക്കയിൽ ഗാന്ധിജി എക്സ്പെരിമെൻ്റ് ചെയ്ത സ്ട്രഗിൾ ഏതൊക്കെ തരത്തിലുള്ളതായിരുന്നു? ഏതൊക്കെയാണ്? ഒന്ന്, സത്യാഗ്രഹ. ഏതാണ്? സത്യാഗ്രഹ. 2, നോൺ കോപ്പറേഷൻ. രണ്ടാമത്തേതാണ് നോൺ കോപ്പറേഷൻ. 3, വയലേഷൻ ഓഫ് ലോ. മൂന്നാമത്തേതാണ് വയലേഷൻ ഓഫ് ലോ. അപ്പോൾ ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ഫോളോ ചെയ്ത മെത്തേഡ്സ് ഓഫ് സ്ട്രഗിൾ ഏതൊക്കെയായിരുന്നു? അല്ലെങ്കിൽ ഗാന്ധിജിയുടെ എക്സ്പെരിമെൻറ്റ്, സൗത്ത് ആഫ്രിക്കയിലെ ഗാന്ധിജിയുടെ എക്സ്പെരിമെൻ്റൽ മെത്തേഡ്സ് ഓഫ് സ്ട്രഗിൾ ഏതൊക്കെയായിരുന്നു? സത്യാഗ്രഹ, നോൺ കോപ്പറേഷൻ, വയലേഷൻ ഓഫ് ലോ. അടുത്ത ബഡ്ജറ്റ് എന്ന് പറഞ്ഞ യൂണിറ്റിലെ അതിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് മോർ എക്സാമ്പിൾസ് ഓഫ് ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ടാക്സസ് ആൻഡ് ലിസ്റ്റ് ദം. അതായത് ഡയറക്റ്റ് ടാക്സും ഇൻഡയറക്റ്റ് ടാക്സും അറിയാലോ, പ്രത്യക്ഷ നികുതി, പരോക്ഷ നികുതി, ഇതിൻ്റെ എക്സാമ്പിൾസ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കുക. കുറച്ച് നികുതികൾ, കുറച്ച് ടാക്സസ് ഇങ്ങനെ തരും, എന്നിട്ട് അതിൻ്റെ അകത്തുനിന്ന് ഡയറക്റ്റ് ടാക്സ്, ഇൻഡയറക്റ്റ് ടാക്സ് ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് എഴുതാൻ വേണ്ടിയിട്ട് അങ്ങനെ ചോദിക്കാം. അപ്പോൾ അത് നോക്കിയോളൂ, ഏതൊക്കെയാണ് ഡയറക്റ്റ് ടാക്സിൽ ഉൾപ്പെടുന്നതെന്ന്. പ്രോപ്പർട്ടി ടാക്സ്, കോർപ്പറേറ്റ് ടാക്സ്, പേഴ്സണൽ ഇൻകം ടാക്സ്, ബിൽഡിംഗ് ടാക്സ്, പ്രൊഫഷണൽ ടാക്സ്, ഇതെല്ലാം ഏതാണ്? ഡയറക്റ്റ് ടാക്സ് ആണ്. അപ്പോൾ ഡയറക്റ്റ് ടാക്സിന് എക്സാമ്പിൾ ഏതൊക്കെയാണ്? പ്രോപ്പർട്ടി ടാക്സ്, കോർപ്പറേറ്റ് ടാക്സ്, പേഴ്സണൽ ഇൻകം ടാക്സ്, ബിൽഡിംഗ് ടാക്സ്, പ്രൊഫഷണൽ ടാക്സ്. അപ്പോൾ ഇത്രയാണ് ഡയറക്റ്റ് ടാക്സിന് എക്സാമ്പിൾ. ഇനി നമുക്ക് ഇൻഡയറക്റ്റ് ടാക്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. എക്സൈസ് ഡ്യൂട്ടി, സർവീസ് ടാക്സ്, GST, കസ്റ്റംസ് ഡ്യൂട്ടി, എൻ്റർടൈൻമെൻറ്റ് ടാക്സ്, സെയിൽസ് ടാക്സ്, ഇതൊക്കെയാണ് ഇൻഡയറക്റ്റ് ടാക്സ്. അപ്പോൾ ഇത് നമുക്ക് എക്സ്ക്യൂസ് എന്ന് പറഞ്ഞിട്ട് ഒരു കോഡ് വെച്ചിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഏതിനെ? ഇൻഡയറക്റ്റ് ടാക്സിനെ. എക്സ്ക്യൂസ്, AEX, അത് ഞാൻ അതവിടെ എഴുതിയിട്ടുണ്ട് കണ്ടോ, അതിൻ്റെ അകത്ത് ഇടയ്ക്ക് സ്പേസ് ഇട്ട് എഴുതിയേക്കുന്നുണ്ടോ? അവിടെ എക്സ്ക്യൂസ് എന്നുള്ള ഒരു എസ്സേ ഉള്ളൂ, പക്ഷേ നമുക്ക് ഇവിടെ കോഡിൽ 2 എസ് ഉണ്ട്. അതിൽ നോക്കിയോളൂ. EX എന്ന് പറയുമ്പോൾ എക്സൈസ് ഡ്യൂട്ടി. അടുത്തത് CU എന്ന് പറയുമ്പോൾ കസ്റ്റംസ് ഡ്യൂട്ടി. പിന്നെ ഒരു എസ് ആണ് സാധാരണ ഉള്ളത്, നമ്മളിവിടെ 2 എസ് കൊടുത്തിട്ടുണ്ട്, കാരണം നമുക്ക് എസ്സിൽ പറഞ്ഞ 2 എണ്ണം ഉണ്ട്. ഏതൊക്കെയാ? ഒരു സർവീസ് ടാക്സും ഉണ്ട്, പിന്നെ ഒരു സെയിൽസ് ടാക്സും ഉണ്ട്. പിന്നെ എന്ന് പറയുമ്പോൾ എൻ്റർടൈൻമെൻറ്റ് ടാക്സ്, പിന്നെ GST നമ്മൾ അഡീഷണൽ ആയിട്ട് പഠിക്കണം. ഇത്രയാണ് ഇൻഡയറക്റ്റ് ടാക്സിൽ വരുന്നത്. അപ്പോൾ എക്സ്ക്യൂസ് എന്ന് പറഞ്ഞാൽ ആ കോഡ് വെച്ചിട്ട് നമുക്ക് ഇൻഡയറക്റ്റ് ടാക്സിനെ കണക്ട് ചെയ്യാം. അപ്പോൾ അതിൽ ഉൾപ്പെടാത്തത് ഏതിലായിരിക്കും വരുന്നത്? ഡയറക്റ്റ് ടാക്സിലായിരിക്കും വരുന്നത്. അതിന് നമുക്ക് അങ്ങനെ പഠിച്ചെടുക്കാൻ പറ്റും, എളുപ്പമാണ്. പിന്നെ ഉള്ളത് GST ഇൻഡയറക്റ്റ് ടാക്സ് ആണ് എന്നുള്ളത് നമ്മൾ അങ്ങനെ പഠിച്ചു വെച്ചാലേ പറ്റുള്ളൂ. അത് ഓൺലൈൻ അല്ലാതെ നമുക്ക് വൺ വേർഡ് ആയിട്ടും ചോദിക്കാം കേട്ടോ. GST ഡയറക്റ്റ് ടാക്സ് ആണോ ഇൻഡയറക്റ്റ് ടാക്സ് ആണോ എന്ന്. ഏതാണ്? GST എന്ന് പറഞ്ഞത് ഒരു ഇൻഡയറക്റ്റ് ടാക്സ് ആണ്. ഇനി ടൈപ്സ് ഓഫ് ബഡ്ജറ്റ് ഏതൊക്കെ ടൈപ്പിലുണ്ടെന്ന്. 3 തരത്തിലാണല്ലോ ബഡ്ജറ്റ് ഉള്ളത്. ഏതൊക്കെയാണ്? സർപ്ലസ് ബഡ്ജറ്റ്, ബാലൻസ്ഡ് ബഡ്ജറ്റ്, ഡെഫിസിറ്റ് ബഡ്ജറ്റ്.
സർപ്ലസ് ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ മോർ ഇൻകം ലെസ് എക്സ്പെൻഡിച്ചർ, ഇൻകം മോർ എക്സ്പെൻഡിച്ചർ ലെസ്. ഇനി ബാലൻസ്ഡ് ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ ഈക്വൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ, ഈക്വൽ ആയിട്ട് ഇൻകവും എക്സ്പെൻഡിച്ചറും. ഇനി ഡെഫിസിറ്റ് ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ ലെസ് ഇൻകം മോർ എക്സ്പെൻഡിച്ചർ, ഇൻകം ലെസ് ആണ് പക്ഷേ എക്സ്പെൻഡിച്ചർ കൂടുതലാണ്, അതാണ് ഡെഫിസിറ്റ് ബഡ്ജറ്റ്. ഇത്രയാണ് ടൈപ്സ് ഓഫ് ബഡ്ജറ്റിൽ ഉൾപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഇത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തി തയ്യാറാക്കിയതാണ്. അപ്പോൾ നമ്മൾ അടുത്ത വർഷം നേരത്തെ തന്നെ 8ാം ക്ലാസ്സിലെ വീഡിയോസും ഒക്കെ തുടങ്ങും. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ അപ്ഡേറ്റ്സിനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് 8ാം ക്ലാസ്സിൽ വളരെ നല്ല രീതിയിൽ നോട്ട്സും ടെക്സ്റ്റ് എക്സ്പ്ലനേഷനും ഒക്കെ കൂടിയിട്ട് ഒരു നല്ല പഠനാനുഭവം ലഭ്യമാക്കാൻ മാക്സിമം ശ്രമിക്കുന്നതാണ്. താങ്ക് യു.